ഹലോ, ഞങ്ങൾ വൈസ്മാൻ ഫാമിലി എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോവുകയാണേ. ദൂരെ എങ്ങുമല്ല, വാഗമണ്ണാണ്. വാഗമൺ വരെ പോയിട്ട് ഒരു നൈറ്റ് സ്റ്റേ ഉണ്ട് അവിടെ. അപ്പം ഞങ്ങൾ പന്തളത്തു നിന്നുള്ള വീഡിയോ എടുക്കാൻ വിട്ടുപോയി. റാന്നിയിലെത്തിയപ്പോഴുള്ളൊരു വീഡിയോ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഹോട്ടൽ ആര്യഭവനിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയത്. എൻ്റെ ശ്രേമോളും ബെല്ലയും കൂടെ വരുന്നുണ്ട്. ഞങ്ങൾ പൂരി, ഇഡ്ഡലി, മസാല ദോശ ഇങ്ങനെയൊക്കെയുള്ള വെജിറ്റേറിയൻ ഐറ്റംസാണ് രാവിലെ കഴിച്ചത്. രാവിലെ അങ്ങ് വെജ് ആക്കാമെന്ന് കരുതി എല്ലാവരും. രണ്ട് ദേവന് ഉറക്കമാണ്, എൻ്റെ തോളെ കിടക്കുകയാണ്. അവനൊരു 10:30 ആയി എഴുന്നേറ്റപ്പോഴും. അവന് ഉറക്കം ശരിയായില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, വയലൻ്റ് ആവും. അതൊരു അവൻ്റെ ഒരു ഉച്ചയ്ക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഉറങ്ങിയില്ലെങ്കിൽ എല്ലാം ശരിയാവത്തില്ല. പിന്നെ എല്ലാവരും ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കുകയാണ്. നമ്മളിങ്ങനെയുള്ള കൂട്ടായ്മയുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സൈറ്റ് വ്യൂവിങ്ങിന് നമ്മൾ ഇറങ്ങിയതാണ്. ഇവിടെ നല്ല റഷാണ്, കാരണം വീക്കെൻഡാണ്. ദേവൻ എഴുന്നേറ്റു, ഓഷേട്ടൻ നേണ്ട. നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ ഇതൊക്കെ നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ് കഴിക്കാൻ. അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ അവിടെ ഇരിക്കും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് സ്പെക്സ് വേണമെന്ന് പറഞ്ഞു. എന്നാൽ അതങ്ങ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. വലിയ റേറ്റൊന്നും ഇല്ല. അല്ലെങ്കിൽ പിന്നെ അതിന് വഴക്കിടും. പിന്നെ ഞങ്ങൾ കുരിശുമലയിലെത്തിയിട്ട് അവിടെ നമ്മൾ അങ്ങനെ കയറി അവിടെ ചെന്ന് ആഗ്രഹമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുമെന്നാണ് ഒരു വിശ്വാസം. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് നമ്മളിതൊക്കെ കണ്ട് അങ്ങ് മേളിൽ കയറി ചെന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയല്ലയോ. എന്നിട്ട് ഈ മലയിൽ ആ മലയിൽ അങ്ങാ പോകേണ്ടിയത് നിശ്ചയിച്ചായിട്ട് നടക്കെ പറയുക ദേവന്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ ഇറങ്ങി. എന്നിട്ട് ഈ മലയിൽ അങ്ങ് കയറി പോകണോ, എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽഡായിട്ട് അറിയത്തില്ല കേട്ടോ. അവിടെ യേശുവിനെ അടക്കിയത് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് എന്തോ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മൾ ഹോട്ടലിലെത്തി നമ്മളിവിടെയാണ് സ്റ്റേ. ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ നമുക്ക് കിട്ടിയത്. അധികം റൂംസൊന്നും ഇല്ല, ഏതാണ്ട് 10-14 റൂംസൊക്കെ ഉള്ളൂ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഞങ്ങളൊക്കെ മേളിൽ കയറി ചെല്ലുന്നിടത്ത് തന്നെയായിരുന്നു. കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പേര് താഴെയായിരുന്നു. ഏറ്റവും താഴെയാണ്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഫുഡൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തത്. ഇതാണ് ഞങ്ങളുടെ റൂം. അത്യാവശ്യം നല്ല റൂമാണ്. വെളിയിൽ ബാൽക്കണിയിൽ നല്ല വ്യൂ ആയിരുന്നു. നല്ല ഭംഗിയുണ്ട്. കണ്ടോ, അടിപൊളിയല്ലേ. ദേവൻ ഓടി വരുന്നു. അവൻ എന്തൊക്കെയോ പറയുന്നു അവിടെ നിന്ന്. അവനിതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ, കുഞ്ഞുങ്ങളുടെ സന്തോഷം. അതാണ് നമുക്കൊരു രസം. പിന്നെ ഷെറിൻ വേണ്ട ഫോണൊക്കെ ചെയ്ത് നടക്കുന്നു. ദേവനിങ്ങനെ അവിടെ ഓടിക്കളിച്ചിങ്ങനെ നടക്കും. അവന് കിട്ടിയ ഒരു സമയമല്ലേ. കയ്യിൽ കുഞ്ഞ് കാറൊക്കെ മേടിച്ചു, കണ്ണാടിയൊക്കെ വാങ്ങിച്ചു. അതുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. നമ്മൾ കയറി ചെല്ലുന്ന എൻട്രി ആണേ. അവിടുന്ന് നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ താഴെയാണ് നമ്മുടെ ഫുഡൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിരുന്നത്. ഉച്ചയ്ക്ക് ഫുഡ് നമ്മൾ സാധാരണ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഫുഡായിരുന്നു. അതായത് സാമ്പാർ, അവിയൽ, തോരൻ, മെഴുക്കുവരട്ടി, അങ്ങനെയൊക്കെ ബീഫ്, ചിക്കന്, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആയിരുന്നു ഉച്ചയ്ക്കത്തെ ലഞ്ചിന് ഉള്ളത്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വന്നിട്ട് നേരെ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഈവനിങ്ങിൽ നമ്മൾ സ്നാക്സും ചായയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പുറത്തൊക്കെ പോയി ഒന്ന് കാണാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് വിചാരിക്കുന്നതെന്നല്ല, അങ്ങനെയാണ്. എല്ലാവരും തന്നെ ഫുഡൊക്കെ കഴിക്കുന്നു. അടിപൊളി ഫുഡായിരുന്നു. നമുക്ക് എങ്ങും പോയി നമുക്ക് തിരക്കിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് വൈകിട്ടത്തെ സ്നാക്സും എത്തി, ഏത്തയ്ക്കാപ്പവും ചായയൊക്കെ ആയിരുന്നു. എന്തായാലും അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ മെഡോസിൽ പോയി. അവിടെ എത്തിയൊരു വ്യൂ ആണിത്. അവിടെ നമ്മളങ്ങോട്ട് കയറി. അവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട്. അതിലൊക്കെ ഓഷേട്ടൻ കയറണമെന്നൊക്കെ പറഞ്ഞ് പോയി, പിന്നെ കയറിയില്ല. കുറേ നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്ത് ഫോട്ടോയൊക്കെ എടുക്കുകയും. ദേവൻ അന്നേരം നല്ല ഉറക്കം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഉച്ചയ്ക്ക് അവൻ ഉറങ്ങിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശരിയാവത്തില്ല. അതേണ്ട ഫോട്ടോ ഒക്കെ എടുക്കുന്നത് മിനി ചേച്ചി അനുപേട്ടനും ഒക്കെ ഫോട്ടോ എടുക്കുന്നു. ഓഷേട്ടൻ ഫോട്ടോ എടുത്തു കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെയാണ്. അടുത്ത ആൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, ഷെറിനുമൊക്കെ.
അങ്ങനെ നല്ല റഷാണ് വീക്കെൻഡ് ആയതുകൊണ്ടേ. അതേണ്ട സിപ്പ് ലൈനിൽ സാറ പോകുന്നു. എല്ലാ വീഡിയോസും ഒന്നും എൻ്റെ കയ്യിൽ എടുത്തതില്ലെന്ന് തോന്നുന്നു. കുട്ടു പോകുന്നു. കുട്ടുവിന് ഭയങ്കര പേടിയായിരുന്നു. അവന് ഫസ്റ്റ് ടൈമാണ്. പക്ഷേ ഒന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ പേടിയൊക്കെ അങ്ങ് മാറി. അങ്ങനെ അവിടെ ചെന്നു. ദേവനിത് നോക്കി നിൽക്കുക. ശ്രേമക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഡെന്നീസേട്ടൻ പോകുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. പക്ഷേ 12 വയസ്സ് കഴിയാതെ അവരത് ചെയ്യിപ്പിക്കത്തില്ല. കാരണം വെയിറ്റൊക്കെ പ്രശ്നമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വേറെ എങ്ങും പോയില്ല. അപ്പോഴത്തേക്ക് സന്ധ്യയായി. തിരിച്ച് നമ്മൾ ഹോട്ടലിലെത്തി. ദേവൻ വേണ്ട പാല് കുടിക്കുന്നൊരു സ്വഭാവമുണ്ട്. കുറേ നാളുകൊണ്ട് പണ്ട് തൊട്ടേ ഉള്ളതാണ് ഇങ്ങനെ കുപ്പിയിൽ പാല് കുടിക്കുക എന്നുള്ളത്. അത് നമുക്കവിടെ കിട്ടുമായിരുന്നു. അത് പാലൊക്കെ കൊടുത്ത് അവിടെ കിടക്കുന്നു. പിന്നെ ഡെന്നീസേട്ടനും സുനീഷേട്ടനും ഒക്കെ പാട്ട് പാടുന്നു. ഇവരൊക്കെ നന്നായിട്ട് പാടുന്നവരാണ് കേട്ടോ. എല്ലാവരും പാടും കേട്ടോ. അത്യാവശ്യം ഒരുമാതിരി എല്ലാവരും പാടും. എല്ലാവരുടെയും വീഡിയോസൊന്നും ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ ഇവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പം കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. ക്ലബിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പാട്ടൊക്കെ പാടി ലാസ്റ്റ് ഞങ്ങൾ അതെൻ്റെ ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ക്യാമ്പ് ഫയർ ഉണ്ട്. അതിന് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ശ്രേമോൻ അങ്ങ് തണുത്ത് വിറച്ചിട്ട് പോയി. ചുമ്മാതാ തണുപ്പുണ്ടില്ലെന്നല്ല. പക്ഷേ അത് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെ ഉണ്ട്. പക്ഷേ അകത്ത് നിന്നാൽ കുഴപ്പമില്ല. അവൾ അപ്പോഴത്തേക്ക് വയ്യ. അതിൻ്റെ മുകളിൽ അടുത്തൊരു ഹോട്ടലുണ്ട്. അവിടെ ഭയങ്കര മേളിൽ കണ്ടില്ലേ, അവിടെ ഭയങ്കര ആഘോഷങ്ങളൊക്കെയാണ്. ഇവിടെ ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അടിപൊളിയായിരുന്നു. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ്. ഇത് കഴിഞ്ഞപ്പോഴത്തെ ടയേർഡായി. പിന്നെ എല്ലാവരും റൂമിൽ പോയത് മാത്രം ഓർമ്മയുണ്ട്. കുറേ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി. പിന്നെ എല്ലാവരും റൂമിൽ പോയി അങ്ങ് കിടന്നങ്ങ് ഉറങ്ങി. ഇനി അടുത്തൊരു വീഡിയോ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ നാളെ കാണിക്കാം. ഓക്കെ, സെക്കൻഡ് പാർട്ടുണ്ടേ.